ഇന്ന് ഈ പെണ്ണിന്റെ ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ആ പെണ്ണിനെ സുന്ദരിയായിട്ട് ഒരുക്കി ഒരു ഗ്ലാസ്സിൽ പാലും കൊടുത്ത് അവളെ മുറിയിലേക്ക് അയക്കുന്നു. മുറിയിലേക്ക് ചെന്നവള് കുറെ നേരമായിട്ട് ഹസ്ബൻഡ് വരാത്തത് കൊണ്ട് അവൾക്ക് കൊടുത്തുവിട്ട് ആ പാലെടുത്ത് കുടിച്ചിട്ട് അവൾ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം മോർണിംഗ് ആയിട്ട് കിച്ചണിലേക്ക് ചെന്നപ്പോ അവിടെ ജോലി ചെയ്യുന്ന ചെറുക്കൻ അവളെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നത് അവൾ കാണുന്നു. ഇവളുടെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് വേറെ ഒരു പെണ്ണ് കോൾ ചെയ്യുന്നു. ആ പെണ്ണിനോട് ഹസ്ബൻഡ് കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഇവള് കാണുന്നു. അടുത്ത ദിവസം റെസ്റ്റോറന്റിൽ കഴിക്കാൻ ചെന്നപ്പോ അവിടെ ആ പെണ്ണ് വരുന്നു. എന്നിട്ട് അവര് നോർമലായിട്ട് കഴിച്ചിട്ട് അവിടുന്ന് പോരുന്നു. എന്നും രാത്രിയില് ഇവൾ ഉറങ്ങിക്കഴിഞ്ഞാണ് ഹസ്ബൻഡ് മുറിയിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് ഈ പെണ്ണ് ഒത്തിരി ഡിപ്രസ്ഡ് ആകുന്നു. പക്ഷെ അവളുടെ ഫ്രണ്ടിനോട് പോലും അവള് പറയുന്നില്ല. അങ്ങനെ അവൾ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു. ഒരു ദിവസം പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ച് അവള് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോ അവള് പ്രഗ്നന്റ് ആണെന്നുള്ളത് കാര്യം വീട്ടിൽ അറിയിക്കുന്നു. വീട്ടിലുള്ളവരെല്ലാരും സന്തോഷിക്കുന്നു. പക്ഷെ അവക്ക് മാത്രം അതിലൊരു സന്തോഷമില്ലാതെ ഇരിക്കുന്നു. ഒരു ദിവസം രാത്രി കിച്ചണിൽ നിന്ന് ഏതാണ്ട് സൗണ്ട് വരുന്നത് ശ്രദ്ധിച്ച് അവള് കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോ അവളുടെ ഹസ്ബൻഡും ജോലി ചെയ്യുന്ന ആ ചെറുക്കനും കിച്ചണിൽ തന്നെ ഒന്നിച്ചിരിക്കുന്നത് അവൾ കാണുന്നു. അവൾ ഈ കാര്യം വീട്ടിലെല്ലാവരോടും പറയുന്നു. പക്ഷേ ഹസ്ബൻഡ് പറയുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം എല്ലാരോടും കൂടി പറയുന്നു. ദേഷ്യം വന്ന അവള് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയതെന്ന് ചോദിക്കുന്നു. അന്നേരം ഹീറോ അവളോട് ഫസ്റ്റ് നൈറ്റിൽ പാല് കുടിച്ചിട്ട് ബോധമില്ലാതെ ഇരുന്ന അവളോട് അച്ഛനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം അവൻ തുറന്നു പറയുന്നു. ഹീറോയുടെ അച്ഛനും അമ്മയാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയ അവള് അവരെ രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലുന്നു.